നമസ്കാരം, ABK ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സംവാദത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ ചാനലിൽ ഇന്നത്തെ സംവാദം എന്ന് പറഞ്ഞത് 70 വർഷം മുമ്പുള്ള ഓണാഘോഷത്തിന് മുതൽ ഈ പുതിയ കാലം വരെയുള്ള ഒരു ഓണത്തിൽ ഒരു ഓർമ്മ പുതുക്കലാണ്. അത് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ക്യാമറയിൽ മുന്നിലിരിക്കുന്ന രണ്ടുപേര് അതിനെക്കുറിച്ചൊരു സംവാദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് ഇന്ന് പരക്കെ ആഘോഷിക്കുന്നുണ്ട്. ഈ ആഘോഷത്തിനിടയിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഓണ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് സന്തോഷം. ഒരു 70 വർഷങ്ങൾക്ക് മുൻപുള്ള വഴിത്തലയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കട്ടെ. കുട്ടിക്കാലത്ത് ഓണം എന്ന് കേൾക്കുന്നത് അനിർവചനീയമായ ആനന്ദം നൽകുന്ന ഒന്നായി. അതിന് പല കാരണങ്ങളും. ഏറ്റവും പ്രധാന കാരണം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതിൽ ആഹാരത്തിനും വസ്ത്രത്തിനും ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു വിശേഷമായിരുന്നു. കാരണം ഓണത്തിന് ഓണക്കോടി ലഭിക്കുക, അതുപോലെ തന്നെ ഓണ കാലഘട്ടത്തിൽ രുചികരമായ, മനസ്സിന് തൃപ്തികരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും സാമഗ്രികളും ലഭ്യമാക്കുക. വീടുകളൊക്കെ ഇങ്ങനെ മധുരം കൊണ്ടും വളത്തുപ്പേരി കൊണ്ടുമൊക്കെ നിറയുന്ന കാലഘട്ടം. ഏറെക്കുറെ ഒരു ഉയർന്ന സാമ്പത്തിക അവസ്ഥ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം കുടുംബങ്ങളും ഇന്നത്തെ രീതി നോക്കിയാൽ ദാരിദ്ര്യരേഖയ്ക്ക് പിന്നിലാണ്. പല കുടുംബങ്ങളിലും അന്ന് നിത്യവൃത്തി തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. കൃഷിഭൂമി ഉണ്ടെങ്കിലും കൃഷി ചെയ്ത് സമ്പാദിക്കാനുള്ള ഒരു അഭിരുചി അന്ന് ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഒരു ഓണം ആകുമ്പോഴത്തേക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അന്നത്തെ വീടുകളുടെ പത്തായങ്ങളും അരിപ്പെട്ടികളൊക്കെ നിറയുകയും ഒരു 4-5 ദിവസം വളരെ സമൃദ്ധമായിട്ട് ഓണാഘോഷം നടത്തുകയും ചെയ്യും. അന്നേരം 4-5 കാര്യങ്ങളിൽ അന്നേരം ഈ ഭക്ഷണത്തിനുണ്ടാകുന്ന ഒരു തൃപ്തികരമായ അവസ്ഥ, ഓണക്കോട് ലഭിക്കുന്നതിൻ്റെ ഒരു ആനന്ദം, പിന്നെ ഓണക്കളികളാണ്, കൂട്ടുകാരും ഒക്കെത്തുള്ള ഓണക്കളികൾ. മറ്റൊന്ന് കുടുംബ കൂട്ടായ്മ. ഇന്നൊക്കെ അതുണ്ടോ എന്ന് സംശയമാണ്. കുടുംബത്തിലെ മക്കളുടെ മരുമക്കളുമായിട്ട് പിരിഞ്ഞു പോയവരൊക്കെ അന്ന് തറവാട്ടിട്ട് വീട്ടിൽ ഒന്നിച്ച് ആഹാരം ചെയ്ത്, പ്രത്യേകിച്ച് തിരുവോണ ദിവസം ഒന്നിച്ച് ആഹാരം പാകം ചെയ്ത് ഒന്നിച്ച് അനുഭവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അതിന് പ്രത്യേക രുചിയാണ്. കാരണം ധാരാളം പണികൾ, ഈ പണികളെല്ലാം ചെയ്യാനായിട്ട് വേലക്കാരൊന്നുമല്ല, കുടുംബത്തിലുള്ള ആണും പെണ്ണും കുട്ടികളും എല്ലാം അവർക്ക് അനുസൃതമായിട്ട്, പ്രായത്തിനനുസൃതമായ പണികളിൽ ഏർപ്പെട്ടാൽ ചെയ്യുമായിരുന്നു. പിന്നെ ഓണപ്പൂക്കളം, അത് മറ്റൊരു അനുഭൂതിദായകമാണ്. നാട്ടിലെ വീട്ടിലെ തൊടികളിലും നാട്ടിലെ തൊടികളിലും അമ്പലപ്പറമ്പുകളിലൊക്കെ നടന്ന് കിട്ടുന്ന നാടൻ പൂക്കളും കാട്ടുപൂക്കളും കൊണ്ട് മുറ്റം നിറയെ പൂക്കളുണ്ടാക്കുന്നത് വളരെ രസകരമായ മറ്റൊരു അനുഭൂതിയാണ്. പലപ്പോഴും ഇന്നത്തെ രീതിയിൽ ഉള്ള കൊട്ടയോ ഒട്ടിയോ അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് ബാഗുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തേക്കില കൊണ്ട് കുമ്പിളുണ്ടാക്കി അതിനകത്തൊക്കെ പൂക്കൾ പറിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ പൂക്കളത്തിൻ്റെ ഒരു കാലഘട്ടം. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് നാടൻ പന്തുകളി, അങ്ങനെയുള്ള നിരവധി കളികളുടെ ഒരു കാലഘട്ടം. വീട്ടിൽ നിന്ന് പലപ്പോഴും തല്ലും ഒന്നും കിട്ടാത്ത കാലഘട്ടം. അധ്യാപകരുടെയോ സ്കൂളിൽ അധികാരികളുടെയോ പ്രശ്നങ്ങളില്ലാത്ത അങ്ങനെ ഒരു ആനന്ദാനുഭൂതിദായകമായിട്ടുള്ള ഒരു ഓർമ്മയിൽ നിന്ന് നെയ്തെടുക്കുമ്പോൾ സ്മൃതിപഥത്തിൽ ഓണത്തിന് ഇത്ര മാധുര്യം നിറഞ്ഞ ധാരാളം അനുഭൂതികളുണ്ട്. തുടർന്ന് സന്തോഷം. അന്നത്തെ അത് ആദ്യ ഓർമ്മയിൽ, എൻ്റെ ഓർമ്മയിൽ 3 ഘട്ടങ്ങളായിട്ടാണ് ഓണം. ആദ്യം ഏറ്റവും ശുദ്ധമായ ഗ്രാമീണ സൗന്ദര്യമുള്ള ഓണം എന്ന് പറയാം. കാരണം രാവിലെ എണീക്കുന്നു, മഞ്ഞണിഞ്ഞ പ്രദേശങ്ങൾ, ഓണക്കാലത്ത് മാത്രം വിരിയുന്ന കുറേ പൂക്കൾ, അതിരാവിലെ ജാതി മത വർഗ ഭേദമന്യേ എല്ലാ പിള്ളേരും എല്ലാ വീട്ടുമുറ്റങ്ങളിലും കൂടാനായിട്ട്
ഓടി കിടന്ന് പൂ പറിച്ചുകൊണ്ട് വരുന്നു, പൂവിടുന്നു അല്ലേ. അപ്പം അന്ന് പൂവിടലിന് പ്രത്യേക നിശ്ചയമായിട്ടുള്ള ഏറ്റവും പുതിയ രീതിയിലുള്ള കളങ്ങളൊന്നുമില്ല. എല്ലാം വട്ടത്തിൽ തന്നെ പൂടുക, അതും അതിൻ്റെ ഭംഗിയിൽ വളരെ വലിയ വട്ടത്തിൽ പൂടുക, കൂടുതൽ പൂടുക, കൊണ്ടുവരുന്ന പറിച്ചു കഴിഞ്ഞിരുന്ന പൂ മുഴുവനും പൂക്കളുമായിട്ട് തീർക്കുക. അപ്പം അങ്ങനെ പൂവിടുന്ന ഒരു കാലഘട്ടം വന്നു. അല്ല, ആ പൂവിടുന്ന അങ്ങനെ ഓണാഘോഷം, ഓണത്തിന് മാത്രം കിട്ടുന്ന നല്ല ഭക്ഷണം, നല്ല ഓണക്കോടി കിട്ടുന്നത് അല്ലേ. അപ്പം അന്ന് ഇന്നത്തെ പോലെ കുട്ടികൾക്ക് എന്നും വസ്ത്രങ്ങൾ വാങ്ങിക്കില്ല. ഒരു വർഷത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരു പുതുവസ്ത്രം, പിന്നെ ഓണത്തിൻ്റെ പുതുവസ്ത്രം, അങ്ങനെ 2 പുതുവസ്ത്രങ്ങൾ മാത്രമേ ഒരു വർഷം ഒരു കുട്ടിക്ക് മിക്കവാറും ഉണ്ടാവുള്ളൂ. വിഷുവിന് മറ്റൊരു മുണ്ട് വാങ്ങിച്ചു തരും അല്ലേ. അപ്പോൾ ഇത് മാത്രം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പായസമൊക്കെ വയ്ക്കുന്ന ഓണത്തിനും വിഷുവിനും അങ്ങനെ വർഷത്തിൽ 2 or 3 തവണ കൂടുതൽ അങ്ങനെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ എന്ത് ക്ഷേത്രങ്ങളിലൊക്കെ വല്ല വഴിപാട് കഴിക്കുമ്പോൾ പായസം കൊണ്ടൊന്നും കഴിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ മധുരം കഴിക്കുക, ഏറ്റവും വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുന്ന ദിവസങ്ങൾ. കാരണം പട്ടിണിക്കാരായ ആളുകളാണ് ഏറ്റവും വളരെ എന്ത് ചെയ്യുന്നു, സാധാരണ രീതിയിൽ കപ്പയോ അതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു വരുന്നത് മാറി ഒരു വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെന്ന സന്തോഷം അന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലബ്ബുകളുടെ കാലഘട്ടങ്ങളിലേക്ക് വന്നു. പിന്നെ ദമ്പതികളൊക്കെ ആകുമ്പോഴത്തേക്കും നാട്ടുപ്രദേശത്തേക്ക് ഫുട്ബോൾ ക്ലബ്ബുകൾ, ക്രിക്കറ്റ് ക്ലബ്ബുകൾ, വായനശാലകൾ, അവയുടെ ഒരു ആഘോഷം വന്നു അല്ലേ. അപ്പം അതും അങ്ങ് മാറി. അപ്പം അത് എന്ത് ചെയ്യുന്ന ഒരു കൊറോണ കാലഘട്ടമൊക്കെ വന്നതോടുകൂടി ആ ക്ലബ്ബുകളും അങ്ങ് അവസാനിച്ച്, ക്ലബ്ബുകളിലെ ഓണാഘോഷം പരിപാടി അവസാനിച്ച് ഇന്നൊരു എന്താണ് വളരെ മോശമായ ഒരു രീതിയിലേക്ക് ഓണാഘോഷം അല്ലെ, മദ്യമോ മയക്കുമരുന്നോ ലഹരിയോ, ഒരു വാണിജ്യ സംസ്കാരം. അപ്പൊ എല്ലാം ഒരു കച്ചവട സംസ്കാരം ഒന്നായി, പണത്തിന് പ്രാധാന്യമായി. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഗ്രാമങ്ങളോ അല്ലെങ്കിൽ ഓരോ സമൂഹവും ഒന്നിച്ചുള്ളതെന്ന് മാറി അവർ ചില പോക്കറ്റുകളിൽ ചില ഗ്രൂപ്പുകളായിട്ട് മാത്രം മാറി ആഘോഷിക്കുക. അത് പണമോ അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി വസ്തുക്കളോ ഒക്കെ ഉപയോഗിച്ച് അങ്ങ് വരിക. അപ്പം അതിൻ്റെ അകത്ത് സംഭവിച്ച ഏറ്റവും ദൂഷ്യകരമായ ഒരു വസ്തുത ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം ഈ കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ കലാകാരന്മാർ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ കുറേ ആളുകൾക്ക് ജോലിയില്ല. ഇന്നും അത് തുടർന്നു വരികയാണ്. അപ്പം അങ്ങനെയുള്ളവരെല്ലാം മറ്റു തൊഴിലുകൾ തേടിപ്പോവാണ്. പൂർണ്ണമായിട്ടും കലാരംഗത്ത് ഉറച്ചു നിന്നിരുന്ന അതിനുവേണ്ടി മാത്രം സമയം കണ്ടെത്തിക്കൊണ്ടിരുന്ന നാടകകലാകാരന്മാർ, ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ, കർണാടക സംഗീതത്തിൻ്റെ കച്ചേരികൾക്ക് പോയിരുന്ന മൃദംഗക്കാർ, വയലിനിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം മറ്റുള്ളവരാരും അറിയാതെ സദ്യ വിളമ്പുന്ന ജോലിക്കാരായിട്ട് പോവുക, പെയിൻറ്റിങ് പണിക്കൊക്കെ പോവുക. അപ്പം അങ്ങനെയൊക്കെ പോയി ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള, ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് ഈ സദ്യ വിളമ്പുകാരനായിട്ട് പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച അല്ലെ, ഒരു ടെക്നോ പാർക്കിൽ, തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ 3000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ അവിടെ സദ്യ അറേഞ്ച് ചെയ്തിട്ട് ഏകദേശം 3000 പേർക്കുള്ള സദ്യയിൽ 1000 പേർക്കുള്ള സദ്യ പോലും അവിടെ കഴിച്ചു തീർക്കുന്നില്ല. 2000-ലധികം പേരുടെ സദ്യ അവിടെ കുഴിച്ചുമൂടി കളയുകയാണ്. അത് കുഴിച്ചുമൂടി കളയല്ല, യഥാർത്ഥം എന്ത് ചെയ്യുന്നു, ഇത് ആ